പരിശുദ്ധമായ റമളാൻ വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. പുണ്യ റമളാനെ വരവേൽക്കാൻ വിശ്വാസികൾ താൽപര്യപൂർവം കാത്തിരിക്കുകയാണ്. ഈമാനുള്ളവർക്ക് പുണ്യ റമളാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു അതിഥിയായിരിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആ അതിഥി വരുന്നതും കാത്ത് ഒരുക്കങ്ങൾ തുടങ്ങിയവർ ഈ കൂട്ടത്തിൽ തന്നെ പലരുമുണ്ട്. വീട് വൃത്തിയാക്കാൻ തുടങ്ങി. പുതപ്പും ബെഡ്ഷീറ്റും കർട്ടനുമൊക്കെ അലക്കി വൃത്തിയാക്കാൻ ആരംഭിച്ചു. വീട് പെയിന്റ് അടിച്ച് നന്നാക്കാനുള്ള ആരംഭമായി. അതെല്ലാം ആ അതിഥിക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആ അതിഥിയെ കൊണ്ട് നേട്ടം കിട്ടണമെങ്കിൽ വീടും പരിസരവും മാത്രം വൃത്തിയായാൽ പോരാ. ആ അതിഥിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം നമ്മുടെ കൽബാണ്. ആ കൽബും കൂടെ ശുദ്ധിയാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നോമ്പ് തന്നെ നിങ്ങളെ ശുദ്ധിയാക്കാനാണ്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് നിങ്ങളെ മുത്തഖീങ്ങളാക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവേ, ഇക്കൊല്ലത്തെ നോമ്പ് കൊണ്ട് ഞങ്ങളെല്ലാവരും നീ മുത്തഖീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ആ നിലക്കതിനെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. അസ്ഹാബുൽ ബദറിന്റെ നാമങ്ങൾ പാടിപ്പറഞ്ഞ് അതൊക്കെയാണ് ഞങ്ങൾക്കിന്ന് തേടാനുള്ളത്. റമളാന്റെ പുണ്യം നഷ്ടപ്പെടുന്ന വാക്കുകളെ തൊട്ട്, പ്രവർത്തനങ്ങളെ തൊട്ട്, വിശ്വാസങ്ങളെ തൊട്ട്, ഹൃദയത്തിന്റെ കേടുകളെ തൊട്ട് ഞങ്ങളിൽ ഓരോരുത്തരെയും നീ കാക്കണമേ റബ്ബേ. മുഅ്മിനേ, ഈ അതിഥിയെ ആദരിക്കണം, ഈ അതിഥിയെ ബഹുമാനിക്കണം. ഈ അതിഥിക്ക് വേണ്ടി ഏറ്റവും നന്നായി നമ്മൾ ഒരുങ്ങേണ്ടത് അത് ഹൃദയത്തെ നന്നാക്കിയിട്ടാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം മുമ്പ് ഒരു നബിക്കോ നബിയുടെ ഉമ്മത്തിനോ അള്ളാഹു കൊടുക്കാത്ത എത്രയോ അനുഗ്രഹങ്ങൾ റമളാനിലൂടെ നമുക്ക് അല്ലാഹു തആല നൽകുന്നുണ്ട്. അത് നഷ്ടപ്പെടരുത്, അത് നഷ്ടപ്പെടരുത്. ഹദീസൊന്ന് ശ്രദ്ധിക്ക് സഹോദരാ സഹോദരി. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഉഅതിയത് ഉമ്മതി ഫീ ശഹരി റമളാന ഖംസാ ലം യുഅതഹുന്ന നബിയ്യുൻ ഖബ്ലി. ഇത് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കിത് കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഈ ആമീൻ സ്വീകരിക്കട്ടെ. മുൻകഴിഞ്ഞ ഒരു നബിക്കോ സമുദായത്തിനോ ജല്ല ജലാലായ അല്ലാഹു നൽകിയിട്ടില്ലാത്ത 5 കാര്യങ്ങൾ പുണ്യ റമളാനിൽ എൻ്റെ ഉമ്മത്തിന് അല്ലാഹു നൽകുന്നുവെന്ന് ഖാല റസൂലുള്ളാഹി. അമ്മാ വാഹിദ, സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ. അമ്മാ വാഹിദ, അതിലൊന്നാമത്തെ കാര്യം ഇതാണ്. ഫഇന്നഹു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമളാൻ നളറല്ലാഹു ഇലൈഹിം മൻ നളറല്ലാഹു ഇലൈഹി ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. എല്ലാവരും നല്ല ഫോമിൽ തന്നെയല്ലേ? ഉറക്കിലല്ലല്ലോ? ഒന്ന് പറഞ്ഞേക്ക്, ഉറക്കിലല്ലല്ലോ? ആദ്യത്തത് റമളാന്റെ ആദ്യത്തെ രാവിനെ കുറിച്ചാണ്. എൻ്റെ ഉമ്മത്തിന് മാത്രമായി അള്ളാഹു നൽകുന്ന 5 പ്രത്യേകത. ഈ റമളാനിൽ അള്ളാഹു നൽകുന്ന പ്രത്യേകത മുൻകഴിഞ്ഞ സമുദായത്തിനോ നബിക്കോ അള്ളാഹു കൊടുക്കാത്ത പ്രത്യേകത. അമ്മ വാഹിദ, അതിൽ ഒന്നാമത്തേതാണ് ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമളാൻ. പുണ്യ റമളാന്റെ ആദ്യ രാവങ്ങ് കടന്നു വരുമ്പോൾ
നളറല്ലാഹു ഇലൈഹിം, എൻ്റെ സമുദായത്തിൽ നിന്ന് ആരൊക്കെയാണോ ആ രാവിനെ റബ്ബിന്റെ പ്രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് അവരിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു നോട്ടമുണ്ടാകും. എന്താണ് ആ നോട്ടത്തിന്റെ പ്രത്യേകത? ആ റഹ്മത്തിന്റെ നോട്ടമങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ മന്നളറല്ലാഹു ഇലൈഹി ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. ആ ഒരു നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത പിന്നെ അവരെ അള്ളാഹു ശിക്ഷിക്കൂല എന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. പലർക്കും നഷ്ടപ്പെടുന്ന ഒരു രാവാണ് റമളാന്റെ ആദ്യത്തെ രാവ്. മാസം കാണോ ഇല്ലേ, കാണോ ഇല്ലേ, വൈകിട്ടറിഞ്ഞു മാസം കണ്ടിട്ടുണ്ട്, ഇന്നിനിപ്പോൾ തറാവീഹ് ഒന്നും പോകാൻ വയ്യ, സമയം ഇപ്പോൾ 9-9:30 ആയില്ലേ, ഇന്നിങ്ങനെ കണ്ടു പോട്ടെ, ഇൻഷാ അല്ലാഹ് നാളെ മുതൽ തുടങ്ങാമെന്ന് വിചാരിക്കും. പലപ്പോഴും ആദ്യത്തെ രാവിൽ, റമളാന്റെ ആദ്യത്തെ രാവിൽ മാസം കണ്ട് എന്നറിഞ്ഞാൽ തറാവീഹ് നടക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന അത്ര ആള് ഇല്ലേ, കുറവേക്കാരം, ആള് കുറവേക്കാരം. ചിലപ്പോൾ ഒരു സഫ്, ചിലപ്പോൾ 1.5 സഫ്, അന്നാൾ കുറവേക്കാരം. എന്നാൽ ഒരു മുഅ്മിൻ കാത്തിരിക്കേണ്ട ഒരു രാവാണ് റമളാന്റെ ആദ്യത്തെ രാവ്. അല്ലാഹുവേ, ഇന്ന് ഇവിടെ കൂടിയ ഒരാൾക്കും റമളാന്റെ ആദ്യത്തെ രാവിന്റെ പുണ്യം നഷ്ടപ്പെടുത്തരുതേ റബ്ബേ. ആണുങ്ങൾക്കും നഷ്ടപ്പെടരുത്, പെണ്ണുങ്ങൾക്കും നഷ്ടപ്പെടരുത്. മാസം കണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ പൊൽച്ചക്ക് എന്താ ഉണ്ടാക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ രാവിലെ നിസ്കാരം മുടങ്ങരുത്, ഇന്ന് ഖത്മ് തുടക്കം കുറിക്കണം, ഇന്ന് കുറച്ച് ദിക്റുകൾ ചൊല്ലണം. ആ ഒരു നിയ്യത്തിലേക്ക്, ആത്മാവിൻ്റെ ഭക്ഷണത്തിലേക്ക് മൈൻഡ് പോകണം. പൊൽച്ചക്ക് ചോറുണ്ടാക്കണ്ടെന്ന് പറഞ്ഞോ, ഇനി അതിന് കുലുമാലുണ്ടാക്കരുത് റബ്ബേ. അതാണോ പറഞ്ഞത്? അതല്ല പറഞ്ഞത്. പൊൽച്ചക്കൊക്കെ ഉഷാറായിട്ട് ഉണ്ടാക്കിക്കോളൂ, അത്യാവശ്യം നന്നായി കഴിക്കും ചെയ്തോളൂ, എന്നാലേ നല്ല ആഫിയത്തോടെ നോമ്പൊക്കെ ഉപയോഗപ്പെടുത്താൻ. തീരെ കഴിക്കാതിരുന്നാൽ മര്യാദക്കിരുന്നൊന്ന് ഖുർആൻ ഓതാൻ പോലും കഴിയൂല. അപ്പൊ ആവശ്യത്തിനൊക്കെ നല്ല കഴിക്കുക, പറ്റുമെങ്കിൽ നല്ല ഭക്ഷണം തന്നെ ഉണ്ടാക്കുക. പക്ഷേ അതിനേക്കാൾ താല്പര്യം ആത്മീയ ഭക്ഷണത്തോടായി കിട്ടണം. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. അതില്ലാതെ ഭൗതിക ഭക്ഷണം ഫുള്ളായിട്ടൊരു കാര്യവും ഇല്ല. അതുകൊണ്ട് സഹോദര സഹോദരി ശ്രദ്ധിക്കണം. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമളാൻ നളറല്ലാഹു ഇലൈഹിം മൻ നളറല്ലാഹു ഇലൈഹി ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. ആ ഒരു നോട്ടം അന്ന് അബ്ദ് ഇബാദത്തിൽ ലയിച്ചു ചേരുമ്പോൾ അള്ളാന്റെ ഒരു റഹ്മത്തിന്റെ ഒരു നോട്ടം ആ അബ്ദിലേക്ക് ഉണ്ടാകും. അതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ, പിന്നെ അടിമയെ അള്ളാഹു ശിക്ഷിക്കൂല. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇതിനൊക്കെ തൗഫീക്ക് വേണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അങ്ങനെയൊക്കെ ചില റഹ്മത്തിന്റെ നോട്ടം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. അത് നഷ്ടപ്പെടുത്തരുത് കേട്ടോ, അത് നഷ്ടപ്പെടുത്തരുത്. അതിലൊന്നാണ് അങ്ങാടിയിൽ ചൊല്ലുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയാൽ അള്ളാന്റെ ഒരു നോട്ടം ഉണ്ടാവും. അവിടെയും പറയുന്നുണ്ട് ആ നോട്ടത്തിന്റെ പ്രത്യേകത. പിന്നെ അള്ളാഹു അവരെന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല. അങ്ങാടിയിൽ ഒരാൾ ദിക്ർ ചൊല്ലിയാൽ നളറല്ലാഹു ഇലൈഹിം നളറാ ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ, പിന്നീട് ശിക്ഷയില്ലാത്ത വിധം അല്ലാഹുവിന്റെ ഒരു റഹ്മത്തിന്റെ നോട്ടം കിട്ടും. പടച്ചോൻ തൗഫീഖ് തരട്ടെ. ഒക്കെ വിശദമായി പറയേണ്ടതാണ്, നമുക്ക് മജ്ലിസുൻ നൂർ ചൊല്ലാനുള്ളത് കൊണ്ട് ഞാൻ ഈ ഹദീസിന്റെ ബാക്കിയൊന്ന് പറയാണ്. എന്റെ ഉമ്മത്തിന് മാത്രമായി ലഭ്യമാകുന്ന രണ്ടാമത്തെ ഗുണം, فإن خلوف أفواههم حين يمسون أطيب عند الله من ريح المسك. സാധാരണ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ തീരെ ഭക്ഷണം കഴിക്കാതിരുന്ന് ഒരു ഉച്ച നേരമൊക്കെ ആകുമ്പോൾ വായക്കൊരു വാസന വരും. ആ വാസന അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മഹ്ശറയിലെത്തുമ്പോൾ ഈ ഒരു വാസന കൊണ്ട് തന്നെ ഇവര് ദുനിയാവിലെ നോമ്പുകാരാണെന്ന് തിരിച്ചറിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നോമ്പുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്, ഒഴിവാക്കണം. നോമ്പുകാര് ഒരു കാരണവശാലും ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യരുത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. കാരണം ഈ വാസന നമുക്കൊരു അസ്വസ്ഥത തോന്നിയാലും മഹ്ശറയിൽ ഇതിൻ്റെ ഒരു സുഗന്ധം അപാരമായിരിക്കും. റബ്ബ് തൗഫീഖ് തരട്ടെ.
അള്ളാഹു തൗഫീക്ക് തരട്ടെ. പിന്നെയോ മൂന്നാമത്തെ കാര്യം ഇതാണ്, ഫൈനൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല. റമളാൻ അങ്ങ് സമാഗതമാകലോടെ ഓരോ ദിനരാത്രങ്ങളിലും ഉമ്മത്ത് മുഹമ്മദിന് വേണ്ടി പ്രത്യേകമായി മാലാകമാർ ഇസ്തിഗ്ഫാർ തേടുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് ആ റഹ്മത്തിന്റെ മാലാകമാരുടെ പ്രത്യേകമായ ആ ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് കിട്ടണം. ആ നിയ്യത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ ആ റമളാൻ നമുക്ക് വരവേൽക്കാം. നാലാമത്തെ കാര്യം ഇതാണ്, ഫഇന്നല്ലാഹ അസ്സ വജല്ല യഅ്മുറു ജന്നതഹു ഫയഖൂലു ലഹാ ഇസ്തഇദ്ദി വതസയ്യനി ലിഇബാദി. റമളാൻ അങ്ങോട്ട് വരുമ്പോ സ്വർഗത്തോട് അള്ളാഹു പറയും, സ്വർഗമേ ഒന്നുകൂടെ അണിഞ്ഞൊരുങ്ങ്, ഒന്നുകൂടെ നീ ഭംഗി കൂട് എൻ്റെ അടിമകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നോമ്പ് വരുമ്പോഴത്തേക്ക് അവർ പറ്റാവുന്നത് പോലെ അവരുടെ വീടിന് ഭംഗി കൂട്ടുന്നുണ്ട്, അവരുടെ ഹൃദയത്തിന് ഭംഗി കൂട്ടുന്നുണ്ട്, വീടിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നുണ്ട്, ഹൃദയത്തിന്റെ കറകൾ നീക്കുന്നുണ്ട്. അവർ ഈ റമളാന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് റമളാനിൽ ഒന്നുകൂടെ ഒരുങ്ങൂ സ്വർഗമേ എന്ന് അള്ളാഹു സ്വർഗത്തോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅമ്മൽ ഖാമിസ, അഞ്ചാമത്തെ കാര്യം ഇതാണ്, ഫഇന്നഹു ഇദാ കാന ആഖിറു ലൈലത്തിൻ ഗഫറല്ലാഹു ലഹും ജമീഅ. ആ നോമ്പിന്റെ തുടക്കത്തിലുള്ള ആവേശം ഒടുക്കം വരെ കാണിച്ചാൽ ആഖിറുൽ ലൈലിൽ അവസാനത്തെ രാത്രിയിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും പൂർണ്ണമായും അല്ലാഹുവായിട്ട് പുറത്തു കൊടുക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പലർക്കും ആദ്യത്തിലുള്ള ആവേശം അവസാനമാകുമ്പോഴത്തേക്ക് പിന്നെ ആവേശം അങ്ങാടിയിൽ പോകാനും ടെക്സ്റ്റൈൽസ് ഇറങ്ങി നടക്കാനുമാണ്. ഇതേ പറഞ്ഞ പറ്റിയില്ലേ, ടെക്സ്റ്റൈൽസിൽ കയറണ്ടെന്നല്ല പറഞ്ഞത്, തുണിയും കുപ്പായി എടുക്കണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ റമളാന്റെ അവസാനത്തെ 10 അതിനുള്ളതാന്ന് വിചാരിക്കരുത്. റമളാന്റെ അവസാനത്തെ 10 അതിനുള്ളതാന്ന് വിചാരിക്കരുത്. റമളാന്റെ ആദ്യ 10-നേക്കാൾ ഇരട്ടി പ്രതിഫലാണ് രണ്ടാം 10-ന്, രണ്ടാം 10-നേക്കാൾ ഇരട്ടി പ്രതിഫലാണ് മൂന്നാം 10-ന്. അപ്പൊ അത് മൂന്നും കിട്ടണം. ആ റമളാന്റെ ആദ്യത്തിലുള്ള ആവേശം അവസാനം വരെ കാത്തു സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെട്ടവരായി ആ റമളാൻ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹു തൗഫീഖ് തരട്ടെ.